പി ജയചന്ദ്രനെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ആയിരങ്ങളാണ് പൂങ്കുന്നത്തെ വീട്ടിലേക്കും പൊതുദർശനം നടന്ന സംഗീത നാടക അക്കാദമിയിലെ റീജിയണൽ തിയേറ്ററിലേക്കും ഒഴുകിയെത്തിയത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി ആർ ബിന്ദു പുഷ്പചക്രം സമർപ്പിച്ചു. മലയാളത്തിന്റെ പ്രിയനടൻ മമ്മൂട്ടി പൂങ്കുന്നത്തെ വീട്ടിലെത്തി പി ജയചന്ദ്രന് അന്തിമോപചാരം അർപ്പിച്ചു. കൈരളിക്ക് വേണ്ടി ടി.ആർ. അജയൻ പുഷ്പചക്രം സമർപ്പിച്ചു. 5 പതിറ്റാണ്ടിലേറെയായി സംഗീതപ്രേമികളെ ആനന്ദിപ്പിച്ച പ്രിയഗായകൻ പി ജയചന്ദ്രന്റെ മൃതദേഹം രാവിലെ 9:30യോടെയാണ് ആശുപത്രിയിൽ നിന്നും പൂങ്കുന്നത്തെ വീട്ടിലെത്തിച്ചത്. മലയാളത്തിന്റെ ഭാവഗായകനെ അവസാനമായി കാണാൻ നിരവധി പേർ രാവിലെ തന്നെ വീട്ടിലേക്കെത്തിയിരുന്നു. അമല ആശുപത്രിയിൽ നിന്ന് കുടുംബാംഗങ്ങളും മുൻമന്ത്രി വി.എസ്. സുനിൽകുമാറും ജയരാജ് വാര്യറും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. പൂങ്കുന്നത്തെ വീട്ടിലെ പൊതുദർശനത്തിനു ശേഷം സംഗീത നാടക അക്കാദമിയിലെ റീജിയണൽ തിയേറ്ററിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സമൂഹത്തിന്റെ നാനാ തുറയിൽ നിന്നുള്ള ആയിരങ്ങളാണ് പി ജയചന്ദ്രനെ കാണാനായി റീജിയണൽ തിയേറ്ററിലേക്ക് എത്തിയത്. മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാജൻ, എ കെ ശശീന്ദ്രൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, വി.എം. സുധീരൻ, നടൻ മമ്മൂട്ടി, ചലച്ചിത്ര പ്രവർത്തകരായ സത്യൻ അന്തിക്കാട്, കമൽ, സിബി മലയിൽ, നടൻ ബിജു മേനോൻ, രമേശ് പിഷാരടി, ഗായകൻ എം.ജി. ശ്രീകുമാർ, സംഗീത സംവിധായകൻ എം. ജയചന്ദ്രൻ എന്നിവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി മന്ത്രി ആർ ബിന്ദു പുഷ്പചക്രം സമർപ്പിച്ചു. കൈരളിക്ക് വേണ്ടി ടി.ആർ. അജയൻ പുഷ്പചക്രം അർപ്പിച്ചു. സംസ്കാരം നാളെ വൈകിട്ട് 3:30 പരവൂർ ചേന്നമംഗലം പാലിയം വീട്ടിലാണ് നടക്കുക. ശനിയാഴ്ച രാവിലെ മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. കൈരളി ന്യൂസ്, തൃശൂർ.